എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടറും പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാനും വന്നതോടെ കേരളത്തിലേക്കുള്ള മയക്കുമരുന്നിന്റെ വരവ് കുറഞ്ഞു. ഇതോടെ ലഹരി വസ്തുക്കളുടെ ലഭ്യത കുറഞ്ഞതോടെ ലഹരിക്കായി പുതുവഴി തേടുകയാണ് യുവത്വം. ലഹരിയായി ഉപയോഗിക്കാനുള്ള മരുന്നുകളും കഞ്ചാവുമായി യുവാവ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. കോട്ടയം ഏറ്റുമാനൂരിലാണ് സംഭവം. ഹൃദ്രോഗത്തിനും ഹൈപ്പോടെൻഷൻ, അനസ്തീഷ്യ ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന മരുന്നുകൾ ലഹരിക്കായി ഉപയോഗിക്കുന്നതിനായാണ് ഇപ്പോൾ പുതുതലമുറ ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ വലിയ തോതിൽ ലഹരിക്കായി എത്തിച്ച മരുന്നുകളുമായാണ് ഏറ്റുമാനൂരിൽ യുവാവ് പിടിയിലായത്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ മെഡിക്കൽ ഷോപ്പിൽ നിന്നും ലഭിക്കാത്തതുമായ 140 കുപ്പി മരുന്നുകളും 5 ഗ്രാം കഞ്ചാവുമായാണ് യുവാവിനെ ഏറ്റുമാനൂർ എക്സൈസ് സംഘം പിടികൂടിയത്. 33-കാരനായ ഏറ്റുമാനൂർ തൊട്ടിപ്പറമ്പിൽ വീട്ടിൽ ലിബിൻ വർഗീസ് എബ്രഹാമിനെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി ഏറ്റുമാനൂർ റേഞ്ച് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സുദർശൻ കെയുടെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത്. 60 രൂപയ്ക്ക് ഓൺലൈനിൽ ലഭിക്കുന്ന ഈ മരുന്ന് ഉത്തേജക മരുന്നായി ദുരുപയോഗം ചെയ്യുന്നതിന് ബോട്ടിലൊന്നിന് 500 രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തുന്നത് എന്ന അന്വേഷണത്തിൽ ബോധ്യമായി. കുട്ടികളുടെയും യുവാക്കളുടെയും ഇടയിൽ ഇത്തരം ഇഞ്ചക്ഷൻ മരുന്നുകൾ സപ്ലൈ ചെയ്ത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുകയാണ് ഇയാളുടെ പതിവ്. ലിബിൻ മേജർ കഞ്ചാവു കേസുകളിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട ആളാണ്. ഇഞ്ചക്ഷൻ ചെയ്യുന്ന സാധനമാണ്. ഇല്ല അധികമാരെ ഉടായ്പ വെച്ചേക്കുന്നത് എന്തല്ലോ കള്ളത്തരം കാണിച്ചത്. അതിന് വില മരുന്നൊക്കെ പറഞ്ഞായിരിക്കും അല്ലേ? മരുന്ന് ഞാൻ ഇവിടുത്തെ കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന കേട്ടോ. എത്ര പാക്കറ്റ് തൂർന്ന വെള്ളം കഞ്ചാവ് മനസ്സിലായി. മെത്താംഫെറ്റമിൻ സൾഫേറ്റ് ഇഞ്ചക്ഷൻ IP. ഇത് നിയമപരമായിട്ട് നിങ്ങൾക്ക് കൈവശം പോകാൻ പറ്റത്തില്ല. ഡോക്ടറുടെ ഇത് വേണം, ലൈസൻസ് ഇല്ല, വ്യാജമായ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയില്ല. പൂർണ്ണ മേളിലുണ്ടല്ലോ. നിങ്ങളുടെ വീട് എവിടെയാ? നിങ്ങളുടെ പേരാ? ലിബിൻ. എവിടെ വീട്? ബാക്കി പാക്ക് ചെയ്ത് ലൂസായിട്ട് വെച്ചേക്കും. ലൂസായിട്ട് വെച്ചേക്കും.
അച്ഛൻ്റെ വീട് എവിടെയാണ് ഓടിപ്പോയത് ഇവിടെ നോക്കട്ടെ എന്താണെന്ന് അറിയിച്ചു ഒരാളെ വിളിച്ചു ഉൾഫോളൊന്ന് വിളിച്ചാൽ ഓണല്ല വിളിക്കണ്ടേ ഇവിടെ വേറെ ആളെ വിളിച്ചോളൂ ഒന്ന് വിളിച്ചേ ഒരാളെ വിളിച്ചു ഒരാളോട് വിളിക്കാം ഞാൻ വൈകി ഓടിയാ ഈ വഴി ഇല്ല തുറക്കണം